ഇന്ന് ജൂലൈ 10 ഇന്ത്യൻ ഓഹരി വിപണി വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തോടെയാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം 24,000 താഴേക്കൊക്കെ ഇടിഞ്ഞു താണു പോയ ഒരു നിഫ്റ്റി പൂർവാധികം ശക്തിയോടെ തിരിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. സെൻസെക്സും 77,569 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 24,206, ബാങ്ക് നിഫ്റ്റി 58,045 എന്നീ നിലകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ട്രിഗർ TCSന്റെ ശക്തമായിട്ടുള്ള ക്വാർട്ടർ 1 റിസൾട്ട് ആയിരുന്നു. പ്രതീക്ഷിച്ചാലും മികച്ച ഏർണിംഗ്സ് വന്നതോടെ IT സെക്ടർ മുഴുവൻ ശക്തമായിട്ടുള്ള റാലി കാഴ്ചവെച്ചു. അതോടൊപ്പം ക്രൂഡ് ഓയിൽ പ്രൈസ് താഴ്ന്നതും ശക്തമായതും രൂപയുടെ മൂല്യം ശക്തമായതും ഇൻവെസ്റ്റർ സെന്റിമെന്റ് കൂടുതൽ പോസിറ്റീവ് ആക്കി. ഇതിന് ഫലമായിട്ടാണ് നിഫ്റ്റി 24,200 എന്ന പ്രധാന ലെവലിന് മുകളിലേക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ടോപ്പ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ TCSന്റെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്. ജൂൺ ക്വാർട്ടർ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓഹരി ശക്തമായിട്ടുള്ള നേട്ടം രേഖപ്പെടുത്തി. കൂടാതെ കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഹയറിംഗ് കമ്പനിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് IT സെക്ടറിനാകെ വലിയ കോൺഫിഡൻസ് നൽകി. രണ്ടാമത്തേത് അയൺ എക്സ്ചേഞ്ച്. ഹുണ്ടായി എഞ്ചിനീയറിംഗിൽ നിന്ന് ഏകദേശം 503 കോടിയുടെ വലിയ ഓർഡർ ലഭിച്ചതിനെ തുടർന്ന് അയൺ എക്സ്ചേഞ്ച് ഓഹരി ഏകദേശം 19% വരെ കുതിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ ബാങ്ക് ഓഹരി ഏകദേശം 6% ഉയർന്ന് ശ്രദ്ധ നേടി. നിഫ്റ്റി ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻസ് സർവീസ്, HDFC ലൈഫ് ഇൻഷുറൻസ്, അദാനി എന്റർപ്രൈസസ്. നിഫ്റ്റി ടോപ്പ് ലൂസേഴ്സ് ഡോക്ടർ റെഡ്ഡീസ്, എട്ടേണൽ, ഭാരതി എയർടെൽ. അപ്പോ നാളെ ജൂലൈ 11 ചില പ്രധാന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരാനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അവന്യൂ സൂപ്പർമാർട്ട്, ഡിമാർട്ട് ആണ്. അതുപോലെ തന്നെ അവന്റലിന്റെ ഫലവും വരുന്നുണ്ട്. ഈ കമ്പനികളുടെ റിസൾട്ട് അടുത്ത ട്രേഡിംഗ് സെഷനിൽ നല്ല ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലും സെക്ടറിലും നല്ല മൂവ്മെന്റിനുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്ക് റിസൾട്ടുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത ആഴ്ചയിലെ മാർക്കറ്റ് പ്ലാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.